5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശിവൻകുട്ടി മന്ത്രി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞത് ട്യൂഷൻ സെൻ്ററുകളെ നിയന്ത്രിക്കുമെന്നുള്ളതാണ്. ഇത് പണ്ട് മുതലേ എത്രയോ വർഷങ്ങളായി, ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന 10-30 വർഷങ്ങളായി കേരളത്തിൽ കേൾക്കുന്നതാണ്. ട്യൂഷൻ സെൻ്ററുകളെ നിരോധിക്കും അല്ലെങ്കിൽ നിയന്ത്രിക്കും. ഇതൊന്നും പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങളില്ല. കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ട്യൂഷൻ സെൻ്റർ നിരോധിച്ചാൽ സാറന്മാരെ വീട്ടിൽ പറഞ്ഞു വിടും. അവർ ഇപ്പോൾ ഓൺലൈനിലൊക്കെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ വാട്സപ്പിൽ പഠിക്കും, അല്ലെങ്കിൽ അവർ പിന്നെ ഫേസ്ബുക്ക് വഴി പഠിക്കും. നോട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് ഫേസ്ബുക്ക് വഴി പഠിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് വഴി പഠിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി പഠിക്കും. അങ്ങനെ പഠിക്കാനൊക്കെ വലിയ സൗകര്യങ്ങളുള്ളതാണ്. അതുപോലെ നിങ്ങൾ ട്യൂഷൻ സെൻറ്റർ നിർത്തിയാൽ അവർ ആളുകളുടെ വീട്ടിൽ പോയിരുന്ന് പഠിക്കും. എത്ര ആളുകൾ വീട്ടിൽ പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്ന കാഴ്ച എന്താണ്? ഇപ്പോൾ ആ കുട്ടികളെ 4 മണിക്കോ 5 മണിക്കോ അല്ലെങ്കിൽ 3:30 മണിക്കോ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ നേരെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അവർ നേരെ കെമിസ്ട്രി ടീച്ചറിൻ്റെ അടുത്ത് പോകും 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഫിസിക്സ് ടീച്ചറിൻ്റെ അടുത്ത് പോകും, അത് ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. അത് കഴിഞ്ഞ് ബയോളജി ടീച്ചറിൻ്റെ അടുത്ത് പോകും, അത് വേറെ സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞ് മാത്സ് ടീച്ചറിൻ്റെ അടുത്ത് പോകും, രാത്രി 12 മണിക്കായിരിക്കും തിരിച്ച് വരുന്നത്. പിന്നെ രാവിലെ 3 മണിക്ക് വീണ്ടും പോകും. അങ്ങനെയൊക്കെ ട്യൂഷൻ എടുത്തൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ആണല്ലോ ഇപ്പോൾ ഒരു വലിയ വിഷയമായി നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആലോചിക്കും, നമുക്ക് മാർക്കാക്കിയാൽ പോരെന്നേ. മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് എന്തിനാണ്? മാർക്ക് വെച്ച് അങ്ങ് കൊടുത്താൽ പോരെ കുട്ടികൾക്ക്. കുട്ടികൾ ഒരു പരീക്ഷ +2 പരീക്ഷ എഴുതിയെടുക്കണം. 90% മാർക്ക് വാങ്ങിച്ച കുട്ടി വീണ്ടും അപ്പുറത്ത് ഉദാഹരണമായി 95% മാർക്ക് വാങ്ങിച്ച കുട്ടി എൻട്രൻസിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പിറകിലായി പോകും. 90 മാർക്ക് വാങ്ങിച്ച കുട്ടി കയറി പോവുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പഴയ കാലത്ത് ഇവിടെ MBBS-ഉം എഞ്ചിനീയറിംഗൊക്കെ നടത്തിയിരുന്നത് എങ്ങനെയാണ്? മാർക്കാണ് മെരിറ്റ് ഏറ്റവും. അപ്പോൾ മാർക്ക് അനുസരിച്ച് നിങ്ങൾ കുട്ടികളുടെ ഓപ്ഷനും മാർക്കും അനുസരിച്ച് ഇടുക. അവർ കോമൺ അപ്ലൈ ചെയ്യുന്ന കോമൺ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തോട്ടെ. അപ്പോൾ അവരുടെ മാർക്ക് അനുസരിച്ച് അവർക്ക് അവരുടെ ഓപ്ഷനും മാർക്കും അനുസരിച്ച് പരമാവധി അതാത് സ്റ്റേറ്റിൽ കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നാഷണൽ ലെവലിലേക്കൊക്കെ അവർ പോട്ടെ. ഇത് ആകെ ഒരു ജഗപുകയാണ്. ആദ്യം നാഷണൽ ലിസ്റ്റ് ഇടുന്നു, പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഇടുന്നു, സ്റ്റേറ്റ് മത്സരം നടത്തുന്നു, പരീക്ഷ നടത്തുന്നു, അവർ പരീക്ഷ നടത്തുന്നു, നീറ്റ് നടത്തുന്നു. അങ്ങനെ വേണ്ട കൺഫ്യൂഷനാണ്. ഈ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പിന്നെ ട്യൂഷൻ സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ നിരോധിച്ചാൽ കുട്ടികൾ വേറെ രൂപത്തിലേക്ക് പോകും. അതുകൊണ്ട് ട്യൂഷൻ നിരോധിക്കലൊന്നും പ്രായോഗികമല്ല. ട്യൂഷന് പോകാത്ത സാഹചര്യം കൂടുതൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? കുട്ടികളെ കൂടുതൽ സ്കൂളിൽ കൂടുതൽ സമയം ഇരുത്തി പഠിപ്പിച്ച് കുട്ടികളെ എൻട്രൻസിന് ഉൾപ്പെടെ തയ്യാറാക്കിക്കുക എന്നുള്ള കാര്യങ്ങൾ സ്കൂളിൽ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ അത് പാർട്ട് ടൈം ആയിട്ട് ആലോചിക്കുക. അതിന് വേറെ ഒരു കാര്യമുണ്ട്. ഇതിനകത്തൊരു വേറൊരു തരത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ സെൻ്ററിൽ നിന്നുള്ള അധ്യാപകർക്ക് പാർട്ട് ടൈം ജോലി കൊടുക്കാം. അവർ പഠിപ്പിക്കട്ടെ. ഇപ്പോൾ സ്കൂളിൽ നന്നായി പഠിപ്പിക്കുന്നു, ഓക്കെ. പക്ഷേ എൻട്രൻസിന് അധികം പഠിക്കണമെങ്കിൽ സ്കൂളിൽ തന്നെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് ഇവരെ ഫാക്കൽറ്റി ആക്കിയാൽ മതി. അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ അപ്രായോഗികമായ ഒരു കാര്യമാണ് ഇത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ. ലൈസൻസ് വെച്ചാൽ അവർ ലൈസൻസ് എടുക്കും. അല്ല, അവരോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ കുട്ടികൾ വീടുകളിൽ പോയി പഠിക്കും, അല്ലെങ്കിൽ വീടുകളിൽ പോയി പഠിപ്പിക്കും. അപ്പോൾ എങ്ങനെയായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കും. അത് ഏതെല്ലാം രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഉപയോഗിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു നിയന്ത്രണം വന്നതുകൊണ്ട് ചെയ്യാതിരിക്കുന്ന വിഷയമൊന്നുമില്ല. അതുകൊണ്ട് വളരെ പ്രായോഗികമായി സ്കൂളുകളിൽ ഇതിൻ്റെ ഒരു സംവിധാനം ആലോചിക്കുക. ശനിയും ഞായറും ഹോളിഡേയ്സും ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ ഓഫീസ് സമയം ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് പിന്നെ എൻട്രൻസിന് താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആലോചിക്കുക. അങ്ങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ബദൽ മാർഗങ്ങൾ ആലോചിച്ചു കൊണ്ടല്ലാതെ കുട്ടികളെ നിയന്ത്രിക്കാമെന്നും രക്ഷാകർത്താക്കളെ നിയന്ത്രിക്കാമെന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. അവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് നിരോധിച്ചാൽ അവർ വേറെ ഒന്നിലേക്ക് പോകും, അത് നിരോധിച്ചാൽ അടുത്തതിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ നിരോധിച്ച് ഈ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കോമണായി ചിന്തിക്കേണ്ടുന്നൊരു വിഷയം. എന്തുകൊണ്ടത് മാർക്ക് അടിസ്ഥാനത്തിലാക്കിക്കൂടാ? കുട്ടികളുടെ അഡ്മിഷൻ മാർക്ക് അടിസ്ഥാനത്തിലാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കുറേ അധികം പരിഹരിക്കാൻ കഴിയുന്നത്. അങ്ങനെ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമ്മളൊരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം +2 പരീക്ഷ വീണ്ടും അവരൊരു എൻട്രൻസിന് 3-4 മാസം പ്രിപ്പയർ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും ഒരു പരീക്ഷ എഴുതുക. അതൊരു സുഖമുള്ള കാര്യമല്ല. ഇനി അങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് ജോലി കൊടുക്കുന്നില്ല. ഇപ്പം IAS എന്നൊക്കെ പറഞ്ഞാൽ IPS എന്നൊക്കെ പറഞ്ഞാൽ അവർ എഴുതി കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് അവർക്ക് ജോലി കിട്ടും. അങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു പരീക്ഷ, അത് കഴിഞ്ഞ് വീണ്ടും പരീക്ഷ എഴുതണം, വീണ്ടും ജോലി കിട്ടേണ്ട പരീക്ഷ എഴുതണം. ചുരുക്കത്തിൽ കുട്ടി ഒരു കോളേജിൽ പോയി തുടങ്ങിയാൽ ഒരു 10-30 വയസ്സ് വരെ കുട്ടിക്ക് പരീക്ഷയാണ് ആ ജീവിതം. എന്നിട്ട് ആ കുട്ടികളിൽ നിന്ന് എന്ത് ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ പ്രയോഗിക്കാൻ കഴിയുന്നത്, പുറത്ത് കിട്ടുന്നത്? അതുകൊണ്ട് ഇതിനെ ലഘൂകരിക്കുക, ഇതിൻ്റെ കാര്യങ്ങളെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുക. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആലോചിക്കുക. ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടതെങ്കിൽ ഇത്തരം കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തി സംയുക്തമായി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുവാനും, ഇനി അഥവാ പരീക്ഷ വയ്ക്കുകയാണെങ്കിൽ അതിന് ഞാനീ പറഞ്ഞ പോലെ സ്കൂളുമായി കേന്ദ്രീകരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ട്യൂഷൻ സെൻ്ററുകളെ അതിൻ്റെ വഴിക്ക് വിടുക. അല്ലാതെ അവിടെ അതിനെ പിടിച്ചുകെട്ടാം, നിയന്ത്രിക്കാം, ലൈസൻസ് വയ്ക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും എന്നുള്ളത് യാതൊരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല.